വാ സൂപ്പർ ശാന്ത രാത്രിയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ശാന്തമായ 2025 നമ്മൾ ആഘോഷപൂർവ്വം കിടക്കുകയാണ് അല്ലേ സുജയ? 2025 കടന്നു കഴിഞ്ഞിട്ട് ശാന്തമായിരിക്കുമോ? അല്ലല്ല, പിന്നെ അശാന്തമായിരിക്കും. അല്ല, ശാന്തമായിരിക്കും. പീസ്ഫുൾ 2025 ആയിരിക്കും. പീസ്ഫുൾ ആണ്. നമ്മളായിട്ട് അശാന്തം ഉണ്ടാക്കാതിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് കോളത്തോടൊന്ന് പോയാലോ? കോവളത്തോട്ടോ? ഇപ്പോഴോ? ആൻഡോ സാർ വഴക്കുറയും. അതല്ല, ഈ കൊച്ചി എപ്പോഴും ഇതാണ് ആലോചന. ഞാൻ ഉദ്ദേശിച്ചത് കോവളത്തേക്ക് ലൈവായിട്ട് പോയിട്ട് അവിടെ സുനിഷയുണ്ട്. സുനിഷയിലേക്ക് പോവാം. സുനിഷ, കോവളത്ത് വളരെ നേരത്തെ സുനിഷ പോയി നിൽക്കുകയാണ്. അരുൺ സാർ കോവളത്തേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പരിപാടിയൊക്കെ ഉപേക്ഷിച്ച് പോകാനാണോ ഈ പറയുന്നത്. സുനിഷ, എന്തായി കാര്യങ്ങൾ? സുജയ, അരുൺ, ഹാപ്പി ന്യൂ ഇയർ നേരെയാണ് അഡ്വാൻസ് ആയിട്ട്. ഒരുപക്ഷെ ഈ 2024 നേരാൻ പറ്റുന്നത് ഈ സമയത്തായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. കോവളത്ത് ആഘോഷം ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫ്ലോറിൽ ആഘോഷിക്കുന്നത് പോലെ ഞങ്ങളും പരമാവധി വൈബാക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ വലിയ പരിപാടികൾ ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു വൈബാക്കാൻ വേണ്ടി ആളുകളൊക്കെ തന്നെയും കോവളം ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ കാണാം, എല്ലാവരും ഇങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ആകെ മൊത്തത്തിൽ നല്ല വൈബ് ഇങ്ങനെ ഓണായി വരുന്നതേ ഉള്ളൂ. ഒരു 9:30 ആയിട്ടേ ഉള്ളൂ. ഇനിയൊരു 2 മണിക്കൂർ അങ്ങോട്ട് ഫുൾ ഓൺ വൈബായിരിക്കും എന്നുള്ളതാണ്. ആവേശമില്ലേ? ആവേശം ഉണ്ടല്ലോ. പാട്ട് പോരട്ടെ. ചാടിക്കോ. എന്താണ് വിശേഷം? ന്യൂ ഇയർ ആയിട്ട് ഫാമിലി ആയിട്ട് എല്ലാം ആഘോഷിക്കാൻ വന്നതാണ്. ഫസ്റ്റ് ടൈമാണ് കോവളത്ത് ഫാമിലി ആയിട്ട് ആഘോഷിക്കാൻ വരുന്നത്. ആഘോഷം വൈബാക്കിക്കൊണ്ടിരിക്കുന്നു. ചാടിക്കോ. കുഞ്ഞാ, എങ്ങനെയുണ്ട് ന്യൂ ഇയർ? അടിപൊളി. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ന്യൂ ഇയർ ആയിട്ടില്ല, ഡാൻസ് തുടങ്ങാണോ? ഇങ്ങനെ ആവേശത്തിലാണ്. ഇതാ കുഞ്ഞുമണികളൊക്കെ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്ന തിരക്കിലാണ്. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വാന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടല്ലോ, ഈ വൈബാണ് നമുക്ക് ഇവിടെ കോവളത്തുനിന്ന് തരാനുള്ളത്. ഇവരൊക്കെ തന്നെയും ചിൽ വൈബായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളാണ് സുനിഷ എല്ലൂർ പ്രേക്ഷകർക്ക് നൽകുന്നത്. സുനിഷയുടെ തലയിലിരിക്കുന്ന ആ തൂവലുണ്ടല്ലോ, അത് എവിടെ നിന്ന് കിട്ടി? കിരീടമാണോ? അങ്ങനെ വല്ലപ്പോഴൊക്കെ ഇതൊക്കെ ഇറങ്ങി, ഇതൊക്കെ ഒന്ന് തൂവൽ കിരീടം. അതിങ്ങനെ വളച്ചു വെക്കും. അങ്ങനെ വളച്ചു വെക്കും. തലമുടി ഉണ്ടെങ്കിൽ ഇരിക്കുള്ളൂ എന്നാ പറയുന്നത്. തൂവൽ കിരീടോ? അതെ, പക്ഷെ തലമുടി ഉള്ളവർക്കും അതൊന്നും വെച്ചിട്ട് കാര്യമില്ല. ചില ഇവിടെ 2 കൊമ്പ് വയ്ക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടീമിനെ വിളിച്ചാലോ? ആരുടെ? ആദ്യം നമ്മൾ അവിടുന്ന് തുടങ്ങും. പെർഫോമൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് വൈലിയുടെ ഒരു പെർഫോമൻസ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താരാപഥം വേണമെന്ന് പറഞ്ഞ് ചിലർ ചോദിക്കുന്നുണ്ട്. നമ്മൾക്ക് താരാപഥം വേണം, പിന്നെ മായപ്പൊന്മാനെ വേണം, പിന്നെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. വൈലിയുടെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇനി വൈലിയുടെ ഡിമാൻഡ് വരിക. നമുക്ക് ഇതിനകം ഡിമാൻഡ് വന്നു കഴിഞ്ഞു. നമുക്ക് കുറെ സന്ദേശങ്ങൾ വരുന്നുണ്ട്. വിപിൻ വെള്ളിയാട്ട്, സുജയ, അരുൺ സാർ, റിപ്പോർട്ടർ ഫാമിലി, ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. യാക്കൂബ് പ്ലാച്ചേരി പറയുന്നു താരാപഥം പാടാൻ പറയണം എന്ന് പറയുന്നു. അമിത് കെ പറയുന്നു അരുൺകുമാർ. നിങ്ങൾ രണ്ടുപേരും പുതിയ തീരുമാനം വല്ലതും എടുത്തിട്ടുണ്ടോ? ആ തീരുമാനം കഴിഞ്ഞിട്ട് പറയാം. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് പറയും.